ലോകത്തിലെ ഏറ്റവും ശക്തരായ ഇന്റലിജൻസ് ഏജൻസി CIA. പക്ഷേ അവർക്കും പിഴച്ചു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പിഴവ്. അവർ തെറ്റായി കണക്കാക്കിയ ഒരു രാജ്യം ഇറാൻ. ആ തെറ്റിന്റെ വില ഇന്നും ആ രാജ്യം കൊടുത്തു തീർക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, 1970കളിൽ ഇന്ത്യയേക്കാൾ സമ്പന്നമായിരുന്നു ഇറാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ ഈ കഥ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ: ഇന്ത്യയും ഒരിക്കൽ ഇതുപോലെയാവുമോ? എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു രാജ്യം ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് വീണുപോയത്? ഇതൊരു മതപരമായ മാറ്റം മാത്രമായിരുന്നു, അതോ എണ്ണക്കണ്ണുമായി വട്ടം വിട്ടു പറന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ക്രൂരമായ ചതിയായിരുന്നു? ഏറ്റവും പ്രധാനമായിട്ട് ഇറാന്റെ ഈ തകർച്ചയിൽ നിന്ന് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം പഠിക്കേണ്ട ഭയാനകമായ ചില പാഠങ്ങളുണ്ട്. അമേരിക്കയെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം? റാഫേൽ വിമാനങ്ങൾ വാങ്ങിയത് കൊണ്ട് മാത്രം നമ്മൾ സേഫ് ആവുമോ? ഒരു ത്രില്ലർ സിനിമയെ വെല്ലുന്ന ഇറാന്റെ ചരിത്രവും ഇന്ത്യ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളും നമ്മൾ പരിശോധിക്കുകയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഥ തുടങ്ങുന്നത് 1900കളുടെ തുടക്കത്തിലാണ്. അന്നാണ് ഇറാനിലെ മണ്ണിൽ കറുത്ത പൊന്ന്, അതായത് പെട്രോളിയം ഉണ്ടെന്ന് ലോകമറിയുന്നത്. അതറിഞ്ഞതും കഴുകന്മാരെ പോലെ ബ്രിട്ടീഷുകാർ അങ്ങോട്ട് പാഞ്ഞെത്തുകയായിരുന്നു. വില്യം നോക്സ് ഡാർസി എന്നൊരു ബ്രിട്ടീഷുകാരൻ അന്നത്തെ ഇറാന്റെ ഷാ ആയിട്ടുള്ള, അതായത് അവിടുത്തെ രാജാവുമായിട്ട് ഒരു കരാറുണ്ടാക്കി. ചിന്തിക്കണം, ഇറാന്റെ മണ്ണിലെ എണ്ണ മുഴുവൻ ഖനനം ചെയ്യാനുള്ള അവകാശം ബ്രിട്ടന് കൊടുക്കണം. ബ്രിട്ടീഷ് പെട്രോളിയം അഥവാ ഇന്നത്തെ BP കമ്പനി അവിടെ തമ്പടിച്ചു കഴിഞ്ഞിരുന്നു. അവർ ഇറാനിലെ എണ്ണ ഊറ്റിയെടുത്ത് കൊണ്ടുപോയി കോടികൾ ലാഭമുണ്ടാക്കി തുടങ്ങി. എന്നിട്ടോ ഇറാൻകാർക്ക് കിട്ടിയത് വെറും 16% ലാഭവീതം മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് അയൽക്കാരൻ സ്വർണം കുഴിച്ചെടുക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഒരു ചെറിയ കൂലി തരികയാണ്. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇറാനിലെ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സമയത്ത് അവരുടെ എണ്ണ വിറ്റ് കാശുകൊണ്ട് ലണ്ടൻ നഗരം മിന്നി തിളങ്ങായിരുന്നു. ആ സമയത്ത് നമ്മൾ ലഗാൻ സിനിമയിൽ കണ്ടതുപോലെ സ്വന്തം സമ്പത്ത് അന്യന് വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരു ഗതികെട്ട ജനതയുടെ അവസ്ഥ. പക്ഷേ എല്ലാം സിനിമയിലെ പോലെ തന്നെ ഇവിടെയും ഒരു നായകൻ അവതരിക്കുകയാണ്. 1951 അത് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് മൊസാദെ എന്ന്. ഇറാൻ ജനത വോട്ട് ചെയ്ത് ജയിപ്പിച്ച നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് എന്ന്. അദ്ദേഹം ഇറാന്റെ എണ്ണ കമ്പനികളെല്ലാം ദേശസാൽക്കരിക്കുകയായിരുന്നു ചെയ്തത്. ഇനി ഇറാന്റെ എണ്ണ ഇറാൻകാർക്ക് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. ബ്രിട്ടന് ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അവർ നേരെ പോയത് അവരുടെ വല്യേട്ടനായിട്ടുള്ള അമേരിക്കയുടെ അടുത്തേക്കാണ്. അവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി പ്ലാൻ ചെയ്യുന്നത്. അമേരിക്കയുടെ ചാരസംഘടനയായ CIA-യും ബ്രിട്ടന്റെ MI6ഉം ചേർന്ന് ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ അജാക്സ് എന്നത്. ഇതൊരു സിനിമാ കഥയൊന്നുമല്ല, ചരിത്രം തന്നെയാണ്. കെർമിറ്റ് റൂസ്വെൽറ്റ് എന്നൊരു CIA ഉദ്യോഗസ്ഥൻ കാറിന്റെ ഡിക്കിയിൽ ഒളിച്ച് ഇറാനിലേക്ക് കടക്കുകയാണ്. കയ്യിൽ നിറയെ പെട്ടികളിൽ ഡോളറുകളാണ്. അവർ ഇറാനിലെ ഗുണ്ടകൾക്കും പത്രക്കാർക്കും പട്ടാളക്കാർക്കും വാരിക്കോരി പണം നൽകുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു അത്? സ്വന്തം പ്രധാനമന്ത്രിക്കെതിരെ കലാപമുണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ഒടുവിൽ തെരുവിൽ ചോരപ്പുഴ ഒഴുകാൻ തുടങ്ങി. ജനാധിപത്യത്തിലൂടെ വന്ന മൊസാദയെ അവർ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ജയിലിലടച്ചു. അതിനുശേഷം ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ എണ്ണയ്ക്ക് വേണ്ടി അമേരിക്ക കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. മൊസാദയെ പുറത്താക്കിയ ശേഷം അമേരിക്ക അവിടെ ആരെയാണ് കൊണ്ടുവന്നത്? അതാണ് മുഹമ്മദ് റസ പഹ്ലവി അഥവാ ഷാ എന്ന് നമുക്ക് പറയാം. ഷാ രാജാവ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു പാവ തന്നെയായിരുന്നു. അമേരിക്ക പറയുന്നത് പോലെ അങ്ങനെ തുള്ളുന്ന ഒരു രാജാവ്. ശരിയാണ്, ഷാ ഇറാനെ മോഡേൺ ഒക്കെ ആക്കി. വലിയ റോഡുകളൊക്കെ വന്നു, കെട്ടിടങ്ങൾ വന്നു, സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഇതിനൊരു മറുവശം കൂടി ഉണ്ടായിരുന്നു.
രാജാവ് കൊട്ടാരത്തിൽ സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അന്ന് പട്ടിണിയിലായിരുന്നു. ആരെങ്കിലും രാജാവിനെതിരെ ഒന്ന് ശബ്ദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും രാജാവിൻ്റെ രഹസ്യ പോലീസ്. അവരെ നമുക്ക് സവാക്ക് എന്ന് വിളിക്കാം. സുഹൃത്തുക്കളെ, സവാക്കിന്റെ പീഡനമുറകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നഖം പിഴുതെടുക്കുകയും അതുപോലെ തന്നെ കറണ്ട് എടുപ്പിക്കുകയൊക്കെ ചെയ്ത് സ്വന്തം ജനങ്ങളെ രാജാവ് മൃഗങ്ങളെ പോലെ വേട്ടയാടുകയാണ് ചെയ്തത്. എന്നിട്ട് അമേരിക്ക രാജാവിനെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തു. കാരണം എന്താണ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് എണ്ണ തന്നെയായിരുന്നു. രാജാവ് ഉള്ളിടത്തോളം കാലം എണ്ണ സുരക്ഷിതമാണ്. അടിച്ചമർത്തപ്പെട്ടാൽ ഏത് ജനതയും പ്രതികരിച്ചു തുടങ്ങും. രാജാവിൻ്റെ ക്രൂരത മടുത്ത ജനങ്ങൾക്ക് മുന്നിലേക്കൊരു പുതിയ നേതാവ് വരികയാണ്. അതാണ് ആയത്തുള്ള ഖമേനി. അദ്ദേഹം പറഞ്ഞു, രാജാവ് അമേരിക്കയുടെ ഏജന്റാണ്. നമുക്ക് ഇസ്ലാമിക മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകാം. ജനങ്ങൾ അത് കണ്ണടച്ച് വിശ്വസിച്ചു. കമ്മ്യൂണിസ്റ്റുകാരും ലിബറലുകളും വിദ്യാർത്ഥികളുമെല്ലാം ചേർന്നുകൊണ്ട് തന്നെ 1979 രാജാവിനെ രാജ്യത്ത് നിന്ന് ഓടിച്ചു കളഞ്ഞു. അതാണ് ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ മാറിയത്. സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ജനങ്ങൾക്ക് കിട്ടിയത് അതിലും വലിയ ചങ്ങലകളാണ്. സംഗീതം അവിടെ നിരോധിക്കപ്പെടുകയും സിനിമകൾക്ക് നിയന്ത്രണം വരികയും ചെയ്തു. സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കുകയും ചെയ്തു. മൊറാലിറ്റി പോലീസ് തെരുവിലിറങ്ങുകയും അവിടെ പലതരത്തിലുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അമേരിക്കയെ അവിടുന്ന് ഓടിച്ചു. പക്ഷേ ഇറാൻ ചെന്നുപെട്ടത് മറ്റൊരു ഇരുണ്ട യുഗത്തിലേക്കാണ്. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇറാന്റെ അവസ്ഥ എന്താണ്? മഹ്സ അമീനി എന്ന പെൺകുട്ടി ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന പേരിൽ കൊല്ലപ്പെടുന്നു. അതിനെതിരെ ഇന്നും അവിടെ പെൺകുട്ടികൾ മുടിമുറിച്ചും ഹിജാബ് കത്തിച്ചും പ്രതിഷേധിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ശേഖരമുള്ള രാജ്യം. പക്ഷേ ജനങ്ങൾ ഇന്നും പട്ടിണിയിലാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇറാന്റെ ഈ തകർച്ചയിൽ നിന്ന് ഇന്ത്യ എന്താണ് പഠിക്കേണ്ടത്? പാഠം 1, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വൻ ശക്തിയും ഇല്ല എന്നതാണ്. ഹെൻറി കിസഞ്ചർ അന്ന് പറഞ്ഞൊരു വാക്കുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ശത്രുവാകുന്നത് അപകടകരമാണ്, പക്ഷേ അമേരിക്കയുടെ സുഹൃത്താകുന്നത് അതിലും വലിയ അപകടമാണ് എന്ന്. നോക്കൂ, ഷാ രാജാവ് അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. പക്ഷേ ഷാക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞപ്പോൾ അമേരിക്ക തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. ഇന്ന് ഇന്ത്യ അമേരിക്കയുമായി നല്ല അടുപ്പത്തിൽ തന്നെയാണ്. പക്ഷേ നാളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്കെതിരെയും തിരിയുമെന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്തത്, ആത്മനിർഭരത ഒരു ചോയ്സ് അല്ല, അത് അത്യാവശ്യമാണ് എന്നതാണ്. നമ്മൾ ഫ്രാൻസിൽ നിന്ന് 36 റാഫേൽ വിമാനങ്ങൾ വാങ്ങി എന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 75 വർഷമായിട്ടും നമുക്ക് ഇതുവരെ ലോകോത്തര നിലവാരമുള്ള ഒരു യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ സ്വന്തമായി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. നോക്കൂ, ഇറാനെ നോക്കിക്കഴിഞ്ഞാൽ 40 വർഷത്തെ ഉപരോധങ്ങൾക്കിടയിലും അവർ സ്വന്തമായിട്ട് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ചൈനയുമായിട്ടൊരു യുദ്ധം വന്നാൽ അമേരിക്ക GPS തരില്ല എന്നോ ആയുധം തരില്ല എന്നോ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി പല രീതിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, പല പദ്ധതികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസുമായിട്ടൊരു വലിയ കരാറ് പോലും ഇനി വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ, തേജസ് വിമാനങ്ങൾ, INS വിക്രാന്ത് ഇതൊക്കെ വെറും ഒരു ഷോ അല്ല, നമ്മുടെ അതിജീവനമാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാൻ നമുക്കൊരു തുറന്ന പുസ്തകമാണ്. സ്വന്തം വിഭവങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ, സ്വന്തമായി കരുത്ത് നേടിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പുറത്തുനിന്നുള്ളവർ നമ്മളെ മുതലെടുക്കും. അമേരിക്കയോ റഷ്യയോ ചൈനയോ അല്ല, ഇന്ത്യക്ക് കൂറ് വേണ്ടത് ഇന്ത്യക്കാരോട് തന്നെയാണ്, ഇന്ത്യക്കാരോട് മാത്രമാണ്. ഇറാന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അമേരിക്കയാണോ അതോ അവരുടെ ഭരണകൂടമാണോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒരു ദിവസം അമേരിക്കയ്ക്ക് എതിർപ്പ് തോന്നിക്കഴിഞ്ഞാൽ അമേരിക്ക ചിലപ്പോൾ ഇതുപോലെ പല ഗുണ്ടകളെയും ഇറക്കി പണമിറക്കി ഇവിടെ കലാപങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.